മിനുട്ടി എന്തോ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന റൗണ്ട് എന്ന് പറയുന്നത് തീം റൗണ്ട് ആണ്. തീം റൗണ്ടിൽ നമ്മൾ കാത്തിരുന്ന ഒരാളാണ്. കാരണം എന്താണ് തീം എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ കയ്യിൽ നിറയെ ആൻസറുകളുണ്ട്. ലെറ്റ്സ് വെൽക്കം എന്നെ കണ്ടിട്ട് മൈക്കിൾ ജാക്സനെ പോലെ ഇരിപ്പുണ്ട്. മൈക്കിൾ ജാക്സൺ എവിടെ ഉള്ളതാ? പൂനമാവില്. പൂനമാവിലാണോ പുള്ളി? അല്ല എംജങ്കിള് എന്തിനാ? അല്ല ഈ എംജങ്കിള് എപ്പോഴും ബ്ലാക്ക് ആണല്ലോ. ഞാൻ ആ ഒരു പാട്ടിന് ബ്ലാക്ക് ഇട്ടപ്പോ എംജങ്കിള് ബ്ലാക്ക് ആയി. ഇത് ഇന്നിട്ടപ്പോ ബ്ലാക്ക്. എനിക്കറിയാം എന്താന്നറിയാമോ? വീട്ടിൽ നിന്ന് എല്ലാരും വിളിച്ചു പറഞ്ഞു എം ജി അങ്കിളെ ഇന്ന് ബ്ലാക്ക് ഇട്ടോണേ. അവള് ബ്ലാക്ക് എംജങ്കിളെ അതെന്താന്നറിയാമോ? എനിക്ക് എംജങ്കിളിനെ ഇഷ്ടമാണ്. അത് നല്ല ഭംഗിയുള്ള ഡ്രസ്. ചെറിയ രീതിയിൽ നല്ല രസമുണ്ട്. എന്നെ കാണാനോ? അതെ ശരിക്കും പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ യെസ് സൂപ്പർ കേട്ടോ മോളെ. ഇങ്ങനെ തന്നെ വേണം ജീവിതത്തിൽ. മോളെ എത്ര വലുതായാലും ആദ്യം ചെന്ന് കേറിയ ആരൊക്കെ ഇരിക്കുന്നു അവരൊക്കെ എടുത്ത് അങ്ങ് അടിച്ചങ്ങ് പൊട്ടിക്കണം. നല്ലൊരു ക്വാളിറ്റിയാ. അതിരിക്കട്ടെ മോളെ. കൂനമാവി വന്നു കഴിഞ്ഞാൽ ഇനി കാണാൻ പറ്റുമോ പുള്ളി? മൈക്കിൾ ജാക്സനെ കാണാൻ പറ്റുമോ? അത് പറ്റില്ല. എന്താ ഡാൻസ് വല്ലതും ഉണ്ടോ? ഇല്ലെന്ന്. ഇത് തീം സോങ് ആണ്. തീം സോങ്. ഓക്കെ, ഏതാ തീം? ഞാൻ പറയാം. ഫ്രണ്ട്ഷിപ്പ് ആണ്. ഫ്രണ്ട്ഷിപ്പാ? അല്ലേ? അതെ. ഏത് പാട്ടാ പാടുന്നേ? കൂട്ടിനീളം കിളി പാട്ടും കളിയുമായി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെയോ? മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ. ലിറിക്സ് കെ ജയകുമാർ. കെ ജയകുമാർ സാർ. കളിപ്പിക്കാൻ പറ്റത്തില്ല. ആൻഡ് സിംഗേഴ്സ് ഉണ്ണി മേനോൻ സാർ ആൻഡ് കെ ചിത്രാമ്മ. ഓക്കെ. ആൻഡ് സിനിമയുടെ പേര് ബട്ടർഫ്ലൈസ്. ഹലോ ബട്ടർഫ്ലൈസ്. സ്മോൾ ബട്ടർഫ്ലൈ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. All the best. All the best.
സൂപ്പർ. ആൻസർ കുട്ടി, എന്തോ സന്തോഷം സഹിക്കവ്യാതെ വിങ്ങിപ്പൊട്ടി ഒരാൾ ഇവിടെ കരഞ്ഞു. അതാരാ? അമ്മ ഓർ അമ്മു? അമ്മു ഓർ അമ്മ? അമ്മയാണോ അമ്മുവാണോ? അമ്മ. ദേ വിങ്ങിക്കൊണ്ടിരിക്കാം. അമ്മ വിങ്ങുന്നു, അമ്മ കരയുന്നു. പക്ഷെ ഒരു സത്യം പറയട്ടെ, പാട്ടത്ര പോരായിരുന്നു കേട്ടോ. അതെ. എന്നാലും ഒരു പളുങ്കാകുന്നു എന്ന് പറയുന്ന ഒരു വരി ഒഴിച്ച് ബാക്കിയെല്ലാം അതെ. സൂപ്പറായിട്ട് പാടി. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് പളുങ്കാകുന്നു. അതെ. ബാക്കി ലാസ്റ്റിലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, വഴികളായ വഴികളെങ്ങും അരിയ നിഴലുമായി, അതൊക്കെ എപ്പോഴോ തെറിച്ചു പോകണ്ടാണ്. അതൊക്കെ കൃത്യമായിട്ട് അതെ, അതെ. കൃത്യമായിട്ട് പാടി. ഓ എനിക്ക് വയ്യ. ശ്യാം സാറിന് എന്തൊരു സന്തോഷം. ശ്യാമപ്രസാദ് ദേ തുള്ളിച്ചാടുന്നു. ശ്യാം സ്റ്റേജിലേക്ക് വരൂ. ഞങ്ങൾ രണ്ടും കൂടെ ഒരു സിനിമ പാടിയിട്ടുണ്ട്, നീരാളി എന്ന് പറഞ്ഞ നീരാളി. സ്റ്റീഫൻ ചാരൻ. അതെ. നമ്മുടെ കുട്ടികള് പാടുന്നെങ്കിൽ അതിന്റെ എല്ലാം മൊത്തം അവകാശി എന്ന് പറയുന്നത് ശ്യാമാണ്. അതെ. ഞങ്ങൾ എല്ലാരും ശ്യാമിന്റെ ഈ എഫേർട്ടിന് ഒരു വലിയ കൈയടിക്കുന്നു. ശ്യാം, നീ സൂപ്പറാണ്. ഈ വിജയത്തിന് പിന്നിൽ കുറെ പേരുണ്ട്. കാരണം ഒരു ടീം ഇവരൊക്കെ തന്നെയുണ്ട്. അഹോരാത്രം പണിയെടുക്കുന്നതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതെ. കാരണം ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും, അതാ പ്രായം. അപ്പൊ അവരെയൊക്കെ പിടിച്ച് ഇരുത്തി അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതൊക്കെ തന്നെ ഇവിടുത്തെ 4-5 ഗ്രൂമേഴ്സ് അതെ അതെ. ഇൻക്ലൂഡിംഗ് ശ്യാം. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു ശ്യാമേട്ടാ, താങ്ക് യു സോ മച്ച്. ആൻസറാ? എന്തോ ഇതിനൊരു ആൻസർ കിട്ടുന്നില്ലല്ലോ. അയ്യോ ഈ ഇമ്പ്രൂവ്മെന്റ് അത് എങ്ങനെ സംഭവിച്ചു? അതൊക്കെ മൈൻഡില് വെച്ച് പഠിച്ചേക്കണേ. വെറുതെ അല്ല, വെറുതെ അല്ല. അല്ല. അപ്പൊ എനിക്കും ആ പളുങ്കാക്കുന്നു മാത്രമാണ് എനിക്ക് പ്രോബ്ലം തോന്നിയത്. ബാക്കിയൊക്കെ കാസറിയിലെ പാടി അടിപൊളിയാക്കി. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി, അടിപൊളി. താങ്ക് യു. അടിപൊളി അടിപൊളി. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പാട്ടിന്റെ വിശേഷങ്ങളും തകർത്തൊന്നും ഡ്രസ്സും എല്ലാം പറഞ്ഞു. നമുക്ക് ഇനി അമ്മൂമ്മയും മേലോട്ടും ഒരു ചെറിയ എത്തിനോട്ടം, ഒരു ഒന്ന് തിരുനോട്ടം. എത്തി നോക്കി. എന്നാൽ ഇത്രയും നന്നായിട്ട് കൊച്ചുമകൾ ഇങ്ങനെ ഇരുന്ന് പാടുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക സന്തോഷം. ആ സന്തോഷം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ അമ്മു തന്നെ പറയട്ടെ. അതെ. പ്രത്യേക സന്തോഷമാണ്. പാടിയപ്പോ വിഷമം. അമ്മയാണ് ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്യുന്നത്. ഞാൻ ജോലിക്ക് പോകുന്ന കാരണം നന്നായിട്ട് പാടാൻ പറ്റിയില്ലേ? ഹാപ്പിയായി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ചേക്കരെ, കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഇതേപോലെ കേട്ടോ, ഉഴപ്പരുത്. ഇതേപോലെ തന്നെ ഇത്രയും നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ച് അടുത്ത പ്രാവശ്യം വരണേ. 3 നേരം ചക്കര കുട്ടികളെ കാണാൻ വരാം. സത്യം പറഞ്ഞുണ്ടല്ലോ മീനുട്ടി, എന്തോ ഞാനൊരു 100/100 കൊടുക്കാന്ന് വെച്ചിരുന്നു. അതുകൊണ്ട് 3 മാർക്ക് കുറയ്ക്കും. ഇത് കേട്ടതോടെ ഇത് പോയോ? കാരണം ഞങ്ങളെ 3 പേരും സോപ്പിട്ടോണ്ട് 3 മാർക്ക് കൊടുത്ത് 97 ആക്കും. ആ സോപ്പിൽ ഒഴിച്ച് പോയി മാർക്ക് 3. മാറ്റി പറയണോ? അല്ല, ആൻസർ കുട്ടി വേണ്ട. അയ്യോ, ഇനി ഞാൻ പറയില്ല. അടുത്ത തവണ കുറച്ചാ പോരെ, ഞാൻ പൈസ തരാം. എന്തോ പൈസ തറ. ഞാൻ പൈസ തരാന്ന്. അപ്പൊ പിന്നെ വീണ്ടും 10 മാർക്ക് വീണ്ടും പോയി. കൈക്കൂലി തരുന്നതും വാങ്ങുന്നതും ഒരുപോലെ. അന്ന് അതും കൂടി പോയി. സത്യസന്ധമായിട്ട് MG അങ്കിൾ എങ്ങനെയാണ്, റിമി എങ്ങനെയാണ്, അതുപോലെ മധു അങ്കിൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള സത്യമായിട്ടുള്ള കാര്യം പറയുമല്ലോ. അത് പണ്ട് പറയും. പണ്ടോ? അത് പണ്ട് പറയായിരുന്നു, ഇപ്പൊ സത്യം പറയാറില്ല അത്. അപ്പൊ 97 മതി മീനുട്ടി. പെട്ടെന്ന് പറ, സമയം പറയൂല്ലേ? സത്യം പറയുവോ? സത്യമായിട്ട് സത്യം എന്താണ് പറയോ? തോന്നുന്നത്? നല്ല കുട്ടികളാണോ അവര്? നല്ല കുട്ടിയല്ല. അത്രയൊക്കെ ഉള്ളൂ. നല്ല കുട്ടികളോ? ഇപ്പൊ കറക്റ്റായി. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ, മൈക്കിൾ ജാക്സനെ ഞാൻ അവിടെ വരാം. എവിടെ? കുഴിമന്തി അല്ലല്ലോ, കൂനമാവ്. പൂനമാവ്. ഓക്കെ, അവിടെ വരുമ്പോ എനിക്കൊന്ന് കാണിച്ചു തരണം. ഓക്കെ, ഓക്കെ. സോ വി ആർ ഗിവിംഗ് യു 100 out of 100. ഇനി ഇവരെ പറ്റിയ സത്യം പറഞ്ഞേ. മാർക്ക് കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറയ്ക്കാനാ? വേണ്ട, ഇനി കുറയ്ക്കാം. എത്രയും വേഗം അവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ ഉള്ള മാർക്ക് കയ്യിലിരിക്കും. ഓടിക്കോ.